ഒരു വ്യക്തി എന്നോട് ചോദിക്കുകയുണ്ടായി, ഏതെല്ലാം രീതിയിലുള്ള ആത്മാക്കളുണ്ടെന്ന്. ആ ഒരു ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാൻ പ്രയാസമാണ്. കാരണം കോടാനുകോടി പല രീതിയിലുള്ള ആത്മാക്കളുള്ളത്. ഓരോ ആത്മാക്കൾക്കും വ്യത്യസ്ത രീതിയിലുള്ള വാസനയും ആഗ്രഹങ്ങളും മോഹങ്ങളൊക്കെയാണ്. ദേവഭൂത പ്രേത പൈശാചിക അങ്ങനെ പല രീതിയിൽ നല്ലതും പൊട്ടയും ഒക്കെ ചെയ്യുന്ന ആത്മാക്കളുണ്ട്. എങ്ങനെയുള്ള ഏത് ആത്മാക്കളായാലും ഒന്നിനെയും കൂട്ടുപിടിക്കുന്നത് ശരിയല്ല. അതായത് നാം ഏത് ഒരു ആത്മാവായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുവോ ആ ആത്മാവ് പിന്നെ നമ്മെ വിട്ടുപോകാൻ പ്രയാസമാണ്. അപ്പോൾ അവയെ കാണുകയോ അവയെ കൂട്ടുപിടിക്കുകയോ അവയെ ആവാഹിക്കുകയോ അവയെ ആരാധിക്കുകയോ ഒക്കെ ചെയ്താൽ അവയ്ക്ക് നമ്മളോട് പ്രീതി തോന്നിയാൽ പിന്നെ ആ ആത്മാവ് നമ്മളെ വിട്ടുപോകില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അവയൊന്നും ആരാധിക്കാനോ ആവാഹിക്കാനോ സങ്കല്പിക്കാനോ മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്താനോ ഇതിനൊന്നും നിൽക്കരുതെന്ന് പറയുന്നത്. കാരണം അവയൊന്നും പിന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പ്രയാസമാണ്. ചില ആത്മാക്കൾ ഒട്ടും പോവില്ല. അത് നമുക്ക് ദോഷം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ആത്മാക്കളെയും നമ്മൾ കൂടെ കൊണ്ടു നടക്കാനോ സങ്കല്പിക്കാനോ അവർക്ക് പ്രിയമുള്ള വസ്തുക്കളൊക്കെ നൽകി പ്രീതിപ്പെടുത്തി കൊണ്ടു നടക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഈ ആത്മാക്കളുടെ സ്വഭാവങ്ങൾ പറഞ്ഞാൽ തീരില്ല, ആ രീതിയിലാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മുക്തി കിട്ടണമെങ്കിൽ അവയായിട്ടുള്ള ചങ്ങാത്തം അതിനെക്കുറിച്ചുള്ള സ്മരണ ഒന്നും നമ്മൾ കൊണ്ടുനടക്കരുത്. കാരണം സ്മരണയിൽ തന്നെ വന്നു ചേരുന്ന ആത്മാക്കളുണ്ട്. ചില ആളുകൾ ചില ആത്മാക്കളെ വിളിച്ചു വരുത്തി ആവാഹിച്ച് പലവിധ കാര്യങ്ങൾ നടത്താറുണ്ട്. അത് ആ വ്യക്തിക്ക് അത് വായിൽ ദോഷം ചെയ്യും. കാരണം ഈ ആത്മാവ് പിന്നെ ഈ അയാളുടെ ആത്മാവിനെ വിട്ടുപോകില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മാവിൻ്റെയും സാന്നിധ്യം നാം ആഗ്രഹിക്കരുത്. അങ്ങനെയാണ് നമ്മൾ നെഗറ്റീവായിട്ട് പോകുന്നത്. അതായത് നാം ജനിക്കുമ്പോൾ പരിപാവനമായ പരിശുദ്ധമായ ബ്രഹ്മ അംശമായിട്ടാണല്ലോ ജനിക്കുന്നത്. പഞ്ചഭൂതാത്മകമായി നിലകൊണ്ട് നിൽക്കുന്ന ഈ പ്രകൃതി മായയാൽ ആവൃതമാണ്. അതിലേക്കാണ് നമ്മൾ പിറക്കുന്നത്. അതോടുകൂടി നമ്മൾ മലിനമാവുകയാണ്. നമ്മുടെ പരിശുദ്ധി മറിഞ്ഞിരിക്കുകയാണ്. നമ്മളെ മറക്കുകയാണ് ഈ മായ. ഈ പ്രകൃതിയാൽ ആവരണം ചെയ്ത് ആഗ്രഹങ്ങൾ പലതെല്ലാം വന്നു ചേർന്ന് നമ്മൾ പലവിധ വാസനകളുണ്ടാക്കി അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ നെഗറ്റീവായിരിക്കുന്ന കർമ്മ പദ്ധതിയിൽ കൂടിയാണ് പോകുന്നത്. പിന്നെ അത് ജീവിച്ച് തീർക്കേണ്ടി വരികയാണ്. അപ്പോഴാണ് ഈ കഷ്ടതകൾ ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. ഈ ആത്മാക്കളിൽ തന്നെ നല്ല ആത്മാക്കളുണ്ട്. അതായത് അന്തരീക്ഷത്തിൽ സ്പേസിൽ നമ്മളെ ഓരോരുത്തരുടെയും കർമ്മരീതികൾ മനസ്സിലാക്കി അനുകൂലിച്ച് നമ്മൾ പോലും അറിയില്ല നമ്മളെ നയിക്കപ്പെടുന്നത്, നമുക്ക് പ്രോത്സാഹനം തരുന്നുണ്ട്. അത് ഒരു ഭാഗത്തുണ്ട്. ചില നേരം മറിച്ചുണ്ട്. നമ്മളെ നശിപ്പിക്കണം എന്ന് തന്നെ ഉള്ള ഈ ദുരാത്മാക്കൾ പലതുണ്ട്. പൈശാചിക ശക്തികൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആത്മാക്കൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവയ്ക്കൊക്കെ നമ്മൾ വിധേയമായി കഴിഞ്ഞാൽ ഏത് രീതിയിൽ സ്മരണ ചെയ്തോ സ്നേഹിച്ചോ ആവാഹിച്ചോ ഒക്കെ കൂട്ടുപിടിച്ചാൽ പിന്നെ അവ നമ്മെ വിട്ടു പോകില്ല. കാരണം അവർ അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ അവയെ കൂട്ടുപിടിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അവരെ അടിമയാകും. പല രീതിയിൽ അവർക്ക് നമ്മളെ ദ്രോഹിക്കാൻ കഴിയും. അപ്പോൾ നാം ഈ ആത്മാക്കളായിട്ടുള്ള ചങ്ങാത്തം കൊണ്ട് നമുക്ക് തന്നെ നമ്മൾ ദോഷം വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒന്നിനെയും കൂട്ടുപിടിക്കാതെ ദൈവത്തിൽ പരബ്രഹ്മത്തിൽ നാം അതിൻ്റെ അംശമാണല്ലോ. നാം വാസ്തവം പറഞ്ഞാൽ നമ്മൾ ദിവ്യമുള്ളതാണ് ആത്മാവ്. അപ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ബന്ധം, ഏകത്വം, അതാണ് ബ്രഹ്മം. അപ്പോൾ നമ്മൾ ബ്രഹ്മത്തിൻ്റെ അംശമാണ്. അപ്പോൾ അത് പരിശുദ്ധവുമാണ്, അത് ആനന്ദമാണ്, സച്ചിദാനന്ദമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആട്ടെ, അതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കൂ. അതെല്ലാവർക്കും ആ അവസ്ഥയൊക്കെ മനസ്സിലാവണമെന്നോ അനുഭവിക്കണമെന്നൊന്നുമില്ല. അവിടെയല്ല, നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത് പരിശുദ്ധത്തോടു കൂടിയാണെങ്കിൽ അത് എവിടെ നിന്നാണ് എങ്ങനെ വന്നത് അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുകയാണ് നല്ലത്. അല്ലാതെ ഇങ്ങനെയുള്ള ആത്മാക്കളെയും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് പലവിധ ഈ ദേവഗണങ്ങൾ ഭൂതഗണം കൂട്ടുപിടിച്ചിട്ട് നമ്മൾ പോയിക്കഴിഞ്ഞാൽ
അവ നമ്മളെ വിട്ടു പോകില്ല. അത് ഇപ്പം അല്ലെങ്കിൽ മരണസമയത്തെങ്കിലും നമ്മളുടെ മരണം എന്ന് പറയുന്നത് സ്വാഭാവിക മരണമാണ്. ഈ സമയത്തൊക്കെ ഈ ആത്മാക്കളൊക്കെ വന്ന് നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യത, അതായത് നമ്മുടെ ആത്മാവിന് വേണ്ടി പിടിവലിയിടാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇവയൊന്നും കൂട്ടുപിടിക്കരുത്. കാര്യസാധ്യതകൾക്ക് വേണ്ടി ഒരിക്കലും കൂട്ടുപിടിക്കരുത്. അതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവവിശ്വാസമാണ് പ്രധാനം വേണ്ടത്. ഈ കലിയുഗത്തിൽ വിശ്വാസം മതി. ആ വിശ്വാസത്താൽ ദൈവത്തെ, അതായത് സൃഷ്ടികർത്താവ് സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ച് നിലനിർത്തി പോകുന്ന ഏതൊരു മഹാശക്തിയുണ്ടോ അതിൽ സമർപ്പണമായുള്ളൊരു ജീവിതം ആണ് നല്ലത്. ആ ജീവിതം ധന്യമാവും. മറിച്ച് ഇതേമാതിരി ഉള്ള ദുഷ്ടാത്മാക്കളെയൊക്കെ കൂട്ടുപിടിച്ച് ആവാഹിച്ച് അവരെ കൊണ്ട് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു നേടി ഭൂമിയിൽ ജീവിതം ധന്യമാക്കാം, സന്തോഷപൂർണ്ണമാക്കാം എന്നൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ ചെയ്യും. പക്ഷേ അത് അവസാനം ഒടുക്കം ഈ ആത്മാക്കൾ തന്നെ നമുക്ക് ദുരിതങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ആത്മാവിനെയും കൂട്ടുപിടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതാണ് ഇവിടെ പരബ്രഹ്മം, പരാശക്തി, ദൈവം എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പം ഇവിടെ തന്നിട്ടുണ്ട്. നാം എന്ത് സങ്കല്പിക്കുന്നുവോ ആ രീതിയിൽ തന്നെ നമ്മുടെ മുന്നിൽ ആത്മസാന്നിധ്യം ഉണ്ടാവും. നാം ഏത് രീതിയിൽ, ഏത് ഭാവത്തിൽ, ഏത് രൂപത്തിലാണോ ആത്മാക്കളെ കാണുന്നത് അതേ രൂപത്തിൽ തന്നെ, അതേ ഭാവത്തിൽ തന്നെ ഒക്കെ നമ്മുടെ കൂടെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതാണ് ആത്മാവിൻ്റെ പരിവർത്തനം. അപ്പോൾ നമ്മൾ പരമാവധി ഒരു ആത്മാക്കളെയും കൂട്ടുപിടിക്കാതെ ഒന്നിനെയും സ്വാധീനിക്കാതെ ജീവിക്കുകയാണ് നല്ലത്. ശരീരം വിട്ട ഒരാത്മാവ് അതിൽ അടങ്ങിയിരിക്കുന്ന ആഗ്രഹപൂർത്തിക്ക് വേണ്ടി അലഞ്ഞു നടക്കുമ്പോഴായിരിക്കും അതിന് സമാനമായ ഒരു ശരീരമോ ഒരു വ്യക്തിയോ ആ ആത്മാവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നത്. അപ്പോൾ ആ ആത്മാവിന് അങ്ങനെയുള്ള ഒരു സാഹചര്യം കിട്ടിയാലോ, ഒരു വ്യക്തി കിട്ടി, ആ വ്യക്തിയിൽ ആ ആത്മാവ് ചേക്കേറും. പിന്നെ ആ ആത്മാവിൽ ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് ഈ ആത്മാവായിരിക്കും. അങ്ങനെ ചില ആളുകളുടെ ശരീരത്തിൽ അനവധി ആത്മാക്കൾ വന്നു പോകുന്നുണ്ട്. ചില ആത്മാക്കളുടെ ശരീരത്തിൽ വന്ന തുള്ളി പറയും, അല്ലെങ്കിൽ മറ്റു പല രീതിയിലൊക്കെ സംസാരിക്കുന്നത് കാണാം. അതൊക്കെ ഈ ആത്മാക്കൾ തന്നെയാണ്. പുറത്തുള്ള ആത്മാക്കൾ അയാളുടെ ശരീരത്തിനെ, ആ വ്യക്തിയുടെ ശരീരത്തിനെ അവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ചില ശരീരത്തിൽ ആ ദേവത വന്നു, ഈ ദേവത വന്നു, അത് വന്നു പറഞ്ഞു, ഇത് വന്നു പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയൊക്കെ തന്നെയാണ്. കാരണം എന്താ, ഇയാൾ ആ ഒരു മാനസികാവസ്ഥയിലാണ്. അങ്ങനെയുള്ളതിനോട് വളരെ താല്പര്യവും ഇഷ്ടവും ഒക്കെ കാണിക്കുമ്പോൾ ഈ ആത്മാക്കൾ അയാളെ വിട്ടു പോകില്ല. ഇയാൾ എന്ത് ആണ് ആഗ്രഹിക്കുന്നത്, എന്താണ് സ്മരണ ചെയ്യുന്നത്, ആ രീതിയിലുള്ള ആത്മാക്കൾ അയാളുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് ഒന്നിലേ അയാളെ അറിയിലേ ഉണ്ടാവും, അല്ലെങ്കിൽ അറിയാതെ തന്നെ അയാളെ പിന്തുടരും. അത് പിന്നെ വിട്ടുപോകില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ചില ആത്മാക്കൾ പൈശാചിക ശക്തികളായിരിക്കും. അവ നമുക്ക് ഒരിക്കലും ഒരു സമാധാനപരമായ ഒരു ജീവിതം തരില്ല. ചിലതങ്ങനല്ല. പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ ആരാധന മാത്രം നമ്മളുടെ കൂടെ നിന്ന് സ്നേഹവും ഒക്കെ നൽകി നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ച് നമ്മളുടെ ഈ ശരീരത്തിനെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രീതിപ്പെടുത്തിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകും. അങ്ങനെയുണ്ട്. അപ്പോൾ പരമാവധി അങ്ങനെയുള്ള ആത്മാക്കളെ നമ്മൾ സ്വാധീനിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അത് ഈ വായു, ഗന്ധം, അതുപോലെ പദാർത്ഥങ്ങൾ, പലവിധ വസ്തുക്കളിലൂടെയും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ ഈ ആത്മാക്കൾ നമ്മളിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ചില ആത്മാക്കൾ അങ്ങനെയല്ല. ചില ആത്മാക്കൾ നമ്മളറിയാതെ തന്നെ നമുക്ക് നല്ലത്, നമ്മൾ തികഞ്ഞ ഒരു വിശ്വാസിയാണ്. അതായത് ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിക്ക് കാരണഭൂതനായിരിക്കുന്ന ഏതോ ഒരു മഹാ ചൈതന്യമുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന് മാത്രം ചിന്തിച്ച് അതിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് അതേ രീതിയിലുള്ള ആത്മാക്കൾ സ്പേസിലുണ്ട്. അവ അത് മനസ്സിലാക്കും. അവ അത് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ചെയ്തു തന്ന് നമ്മുടെ ജീവിതം ധന്യമാക്കി പോകുന്ന ആത്മാക്കളുണ്ട്.
അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള അനേകം കോടാനുകൂടി ആത്മാക്കൾ, നെഗറ്റീവും പോസിറ്റീവായിട്ടൊക്കെ ഉള്ള ആത്മാക്കളാണ് ഈ പ്രപഞ്ചത്തിൽ ഉള്ളത്, സ്പേസിൽ ഉള്ളത്. അത് ദേവാലയങ്ങളായാലും മറ്റു ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ കാണാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യവഹാരങ്ങൾ നടത്തുന്നത്, പദാർത്ഥങ്ങൾ മേടിച്ച് കഴിക്കുന്നത്, അതിലൂടെ കിടക്കാം. അങ്ങനെ ഒരുപാട് ഈ നെഗറ്റീവ് എനർജി നമ്മളെ സ്വാധീനിക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മുടെ കയ്യിൽ വന്ന് ചേരുമ്പോൾ നമ്മൾ പോകുന്ന വഴി പരിശുദ്ധമായിരിക്കണം, പരിപാവനമായിരിക്കണം. അതിന് ഒരു ഏകമായ ഒരു വിശ്വാസം, അതാണ് ദൈവവിശ്വാസം. അതാണ് ഇവിടെ നമ്മൾ പറയുന്ന പരബ്രഹ്മം, അല്ലെങ്കിൽ പരമാത്മാവ്, അല്ലെങ്കിൽ പരാശക്തി ഏകമാണ്. അതിൽ അധിഷ്ഠിതമായി ജീവിക്കുക. ഈ ആത്മാക്കളുടെ സാന്നിധ്യത്തിലും ആത്മാക്കളെ ആവാഹിച്ചും ആത്മാക്കളെ കൊണ്ട് പ്രീതിപ്പെടുത്തി ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചും പോകുന്നത് ആത്മനാശം തന്നെയാണ്. ആ വ്യക്തിക്ക് തന്നെ അവസാനം അത് ദോഷം ചെയ്യും. കാരണം അവർക്ക് ഒരു സൽഗതി വരത്തില്ല. കാരണം ഈ നെഗറ്റീവായ എനർജികൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും സംസാരിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും അവരത് അനുഭവിക്കുന്നതും ഒക്കെ. ഇപ്പോൾ ഈ കടങ്ങൾ വീട്ടാൻ ഒരു ജീവാത്മാവിന് പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ ഇവയ്ക്ക് അടിമയായിക്കൊണ്ട് വീണ്ടും ഈ ജീവിതം, അതായത് ജീവൻ വീണ്ടും ഭൂമിയിൽ ജന്മമെടുത്ത് വന്നു പോയിക്കൊണ്ട് ഇരിക്കേണ്ടി വരും. അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ഈ കർമ്മഫലത്തിൽ ഇതൊക്കെ വന്ന് ചേരും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്തു, അതാണ് കർമ്മഫലം. ആ ഫലത്തിനെ അടിസ്ഥാനമാക്കി ഈ ബന്ധങ്ങൾ മുഴുവനും ഈ കർമ്മഫലത്തിലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ദുരിതമാകും. അതുകൊണ്ടാണ് ഇവയെ ഒന്നും സ്വാധീനിക്കാതെ ഇങ്ങനെ ഇടങ്ങളിൽ പോയി അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മൾ ആവശ്യപ്പെട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അവയെ നമ്മൾ സ്വാധീനിച്ച് നമ്മളുടെ ജീവിതമായി, നമ്മളുടെ ഭവനത്തിൽ, നമ്മളുടെ മക്കളിൽ ഒക്കെ നമ്മൾ തന്നെ വിളിച്ചു വരുത്തിയൊക്കെ കൊടുക്കുമ്പോൾ ഇവയൊക്കെ നമ്മൾ വിട്ടുപോകാൻ പ്രയാസമായി കഴിഞ്ഞാൽ പിന്നെ അവരാണ് നമ്മളെ നയിക്കുക. ഈ ഒരു ശാസ്ത്രം, ആത്മാവിനെ സംബന്ധിച്ചുള്ള ശാസ്ത്രം ഇന്ന് സാധാരണക്കാർക്ക് അറിയില്ല. അവരെന്താ ചെയ്യുന്നത്? അവർക്കൊരു വിഷയം വരുമ്പോൾ അവർ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും അവർ നോക്കുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി പ്രാർത്ഥിച്ച് കാര്യം നടത്തും. പക്ഷെ കാര്യം നടത്തി കഴിഞ്ഞാൽ ആ ആത്മാവ്, അതിപ്പോൾ ദേവനായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂതപ്രേത പൈശാചിക ശക്തികളായിക്കോട്ടെ, അല്ലെങ്കിൽ പല രീതിയിലുണ്ടല്ലോ, പല രീതിയിലുള്ള ആത്മാക്കളുണ്ട് ഓരോ സ്ഥലങ്ങളിലും. ആ ആത്മാക്കളുടെ സ്വാധീനത്തിൽ ചിലവർ ആവാഹിച്ചിരുത്തി സേവയൊക്കെ ചെയ്ത് അത് പലവിധ കാര്യങ്ങൾ സാധാരണക്കാർക്ക് നടത്തി കൊടുക്കും. ഇവിടെയൊക്കെ പോകുന്ന സാധാരണക്കാർക്ക് ദുരിതങ്ങളുണ്ടാവാം. കാരണം അവിടെ ഇരിക്കുന്ന അവർ ദൈവമാണ് എന്നുള്ളൊരു സങ്കല്പത്തിലൊക്കെയാണ് പോകുന്നത്. അവർക്കറിയില്ല ദൈവഭാവം, നിയമങ്ങളൊന്നും അവർക്കറിയില്ല. അവിടെ ഇരിക്കുന്നതൊക്കെ മൂർത്തികളാണ്, പല രീതിയിലുള്ള പൈശാചിക ശക്തികളാണ്. അതിപ്പോൾ ദേവഗണങ്ങൾ, ഭൂതഗണങ്ങൾ, പിതൃഗണങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ പലവിധ അസുര സ്വഭാവമുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ആത്മാക്കളെ ഒന്നും നമ്മൾ ദൈവം എന്ന ഒരു രീതിയിലല്ല കാണുന്നതൊക്കെ. അത് അംശമാണ്, അതൊക്കെ ആത്മാക്കളാണ്. ദൈവം പരിപാലനവും പരിശുദ്ധവും നിർഗുണവുമായിരിക്കുന്ന ഒരു ഏക സത്താണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വേറെയാണ്. അതിനെ ഉൾക്കൊള്ളുന്നവർ ഇവിടെയൊന്നും പോകില്ല. ഈ വക കാര്യങ്ങളിലേക്കൊന്നും പോയി കാര്യങ്ങളിലൊന്നും സാധിക്കാനായിട്ട് അവരെ വലയിൽ ചെന്ന് ചാടി പിന്നെ അവരുടേതായിട്ടുള്ള ഇച്ഛകൾക്കനുസരിച്ച് അവർ നമ്മളെ വേദനിപ്പിച്ച് വീണ്ടും പീഡിപ്പിച്ച് അവരുടെ പ്രീതി പറ്റാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ദ്രോഹിച്ച് ഒരിക്കലും ഈ ഒരു ധർമ്മ സങ്കടത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടില്ല. ആ ആത്മാക്കൾക്ക് അങ്ങനെയാണ്. അവർക്കൊരിക്കലും മുക്തി തരാനോ നിത്യമായ ഒരു സമാധാനം തരാനോ ശാന്തി തരാനോ ഒന്നും ഈ പറയുന്ന ആത്മാക്കൾക്കൊന്നും പറ്റില്ല. അപ്പോൾ അവരൊക്കെ വേറെ ഗുണങ്ങളാൽ ഉള്ളതാണ്. ആത്മാക്കൾക്ക് പല ഗുണങ്ങളാണ് ഉള്ളത്. ഇവ അങ്ങനെയല്ല. ഇവ ദ്രോഹമാണ് ചെയ്യുന്നത്. ഈ ദ്രോഹം ഉള്ളിടത്ത് പോയിരുന്നാണ് പറയുന്നത്. പിന്നെ നല്ല ശുദ്ധമായി ഇരിക്കുന്ന ദേവഗണങ്ങളുണ്ട്, ഇപ്പോൾ ക്ഷേത്രങ്ങളുണ്ട്, നല്ല ആരാധനാലയങ്ങളുണ്ട്. അവിടെ ഒക്കെ നമുക്ക് ചെന്ന് നമ്മുടേതായ സങ്കടങ്ങൾ പറഞ്ഞാൽ യാതൊരുവിധ പ്രതിഫലങ്ങളൊന്നും കൊടുക്കാതെ നമ്മളെ ഹൃദയവും മനസ്സും ഒക്കെ ശുദ്ധമാണെന്ന് അവിടെ ഇരിക്കുന്ന ആ ഒരു ദേവതയ്ക്ക് ബോധ്യം വന്നാൽ, കാരണം അവിടെയൊക്കെ ആ ചൈതന്യമുണ്ട്, നമ്മളറിയാൻ പറ്റും. അതിന് ശരീരങ്ങളൊന്നും വേണമെന്നില്ല.
അപ്പോൾ അവ നമുക്ക് വേണ്ടുന്ന നമ്മളതിന് യോഗ്യതയുണ്ടെങ്കിൽ അവർ നമ്മളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അത് കവിഞ്ഞ് ബാക്കിയുള്ള പടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഈ മൃഗബലികളൊക്കെ നടത്തിയിട്ടാണ് കാര്യങ്ങൾ നടത്തുക. അതൊക്കെ വലിയ വിഷയമാണ്. ആ ശക്തി പിന്നെ നമ്മളുടെ തലമുറകളെ തന്നെ പിന്തുടരും. അപ്പോൾ അവിടെ നിന്ന് പോയി നമ്മൾ ചെന്ന് ചാടരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ചെന്ന് പെടുകയാണ്. പെട്ട് കഴിഞ്ഞാൽ അവ നമ്മളെ കുടുംബം അവിടെയൊക്കെ ആ ചൈതന്യത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അതിൻ്റെ സ്വഭാവം നല്ലതല്ല. അത് അവ ഏത് സ്വഭാവക്കാരാണോ ആ സ്വഭാവമായിരിക്കും അവരെവിടെയും ചെയ്യുക. അവരൊരിക്കലും സമാധാനം തരില്ല. ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കിയാലല്ലേ നമ്മൾ വീണ്ടും അവരെ ഇരുത്ത് പോവുള്ളൂ. അതാണ് അവരുടെ ജോലി. അപ്പോൾ അങ്ങനെയുള്ള ആത്മാക്കൾ പോകരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതേമാതിരി ആത്മാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ഒരു കാര്യത്തിൽ ഒതുങ്ങാവുന്നതല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞതാണ്. എല്ലാ ആത്മാക്കളും ശരിയല്ല, ഭൂരിഭാഗവും നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് ആവുന്ന ആത്മാക്കൾ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നമ്മളെപ്പോഴും ധർമ്മസങ്കടത്തിലേക്കാണ് തള്ളിവിടുക. മോഹങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ജനിപ്പിച്ച് നമുക്ക് യോഗ്യത ഇല്ലെങ്കിൽ യോഗ്യത ഉണ്ട് എന്നൊക്കെ തോന്നിപ്പിച്ച് നമ്മളെ വീണ്ടും ജീവിതത്തിൻ്റെ നാശമാകുന്ന പടുകുഴിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുക. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. നമ്മൾ നല്ലൊരു ജീവിതം ജീവിക്കുമ്പോൾ അതിനിടയിൽ നമുക്കൊരു ദുരിതം വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു കാരണമുണ്ടാവും. നമ്മൾ ഇതേമാതിരി വല്ല ആത്മാക്കൾ നമ്മളെ പിടികൂടിയിട്ടുണ്ടോ, നമ്മളിലുണ്ടോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞ് നമ്മൾ സാക്ഷാൽ ദൈവതമ്പുരാൻ്റെ അടുത്ത് പരമാത്മാവായിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്ന ദൈവത്തെ ആശ്രയിച്ചാൽ ഇവയൊക്കെ നമ്മളിൽ അകന്ന് പോവുകയും ചെയ്യും. നമ്മളുടെ ചിത്തം, ഹൃദയം, നമ്മളുടെ വിശ്വാസം, ദൃഢമായ വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയം കൊണ്ടാൽ ഇതെല്ലാം നീങ്ങിപ്പോകും. അല്ലാത്ത കാലത്തോളം ഇവയുടെ പിടിയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും.